ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് സാമ്പാർ പൊടി ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. ഓണക്കാലമല്ലേ, ഓണത്തിന് വേണ്ടി സാമ്പാറിലേക്ക് വേണ്ട പൊടി ഉണ്ടാക്കാനുള്ള ചേരുവകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു തവ വെച്ചിട്ട് അതിൽ കുറച്ച് വേപ്പില ഇട്ടിട്ടാണ് ആദ്യം എണ്ണയില്ലാണ്ട് വറുത്തെടുക്കണം. എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അധികം നാൾ ഇരിക്കില്ല, പെട്ടെന്ന് കാറും. അപ്പോൾ അത് എണ്ണയില്ലാണ്ട് വേണം വറുത്തെടുക്കാൻ. വേപ്പില നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അധികം പിന്നെ കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ കടല ഇരിക്കുന്നുണ്ട്. കടല കുറച്ച് ഇട്ടു, 1 സ്പൂണ് കടല, പിന്നെ 1 ടീസ്പൂണ് പരിപ്പ്, തുവരപ്പരിപ്പ്, സാമ്പാർ വയ്ക്കണ പരിപ്പ് തന്നെ 1 ടീസ്പൂണ്. അതും കരിയാണ്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പാണ്. അതും അതുപോലെ കരിയാതെ തന്നെ മൂപ്പിച്ചെടുക്കുക. ഉഴുന്ന് പരിപ്പിന് അധികം ഒന്നിലും എണ്ണ ഒഴിക്കാൻ പാടില്ല. അത് ഒരുവിധം മുരിഞ്ഞ കളറാകുമ്പോൾ ഒരു ചുവന്ന കളറ് ആവുന്നതോട് കൂടിയിട്ട് അത് കോരിയെടുക്കാം. പിന്നെ ഇടുന്ന ഉലുവ വറുത്ത് ഇതുപോലെ വെളിച്ചെണ്ണ ഓയിലൊന്നും ഒഴിക്കാണ്ട് തന്നെ വറുത്തെടുക്കണം. അപ്പം അത് ഏകദേശം നന്നായി മൂത്ത് വരുമ്പോൾ അതും എടുത്തു. പിന്നെ ഇടുന്നത് കായപ്പൊടിയാണ്. കായം പൊടി ഒന്ന് ചൂടാക്കിയിട്ട് അതും ഇതേ കൂടെ ചേർത്തിട്ടു. അപ്പം ഇനി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, മുളക്, മല്ലി. അപ്പോൾ മുഴുവൻ മല്ലിയാണ് വേണ്ടത്, അതുപോലെ മുളകും. അപ്പോൾ ഈ മുളക് ഞാൻ ഇപ്പം അടുത്ത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളൂ, മുളകും മല്ലിയും. അതുപോലെ മഞ്ഞൾപ്പൊടി ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അത് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് മല്ലി, 2 ടീസ്പൂണ് മുളക് പൊടി. അപ്പോൾ ഈ പൊടി ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് എല്ലാതും കൂടി അടിച്ച് ഒന്നാക്കിയെടുത്തു. ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി വറുത്തിടുന്ന രീതി കാണിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മുഴുവൻ മുളക് ഒന്ന് പൊട്ടിച്ച് അതിൽ കുറച്ച് കടുകും വേപ്പില, 2 മണി ഉലുവ, ഇതെല്ലാം ഇട്ടിട്ട് ഈ പൊടി ഒന്ന് ഇളക്കി സാമ്പാറിലേക്ക് മൂപ്പിച്ചൊഴിക്കും. അപ്പോൾ ഞാനത് ഓൾറെഡി സാമ്പാർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഇടുന്ന രീതി കാണിച്ചതാണ്. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ടതില്ല. ഈ പൊടി മാത്രം ഇട്ടിട്ട് വെച്ചാൽ മതി. സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയായിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരുന്നുണ്ട്. ഇപ്പോൾ ഈ പൊടി പൗഡർ ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് ഞാൻ ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിന്ന് ഉണ്ടാക്കിയ സാമ്പാർ ഇതാണ്. സാമ്പാറിൽ കുറച്ച് മല്ലിയിലയും ഒക്കെ അരിഞ്ഞിട്ട്. ഓക്കെ, ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.